തിരുവനന്തപുരത്ത് ആണെങ്കിൽ 200 പവൻ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയും അമ്മയും ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലോ അല്ലേ. അപ്പം അവർ രണ്ട് ഫാമിലിയും രണ്ട് റീസണാണ് പറയുന്നത്. പെണ്ണിൻ്റെ ഫാമിലി പറയുന്നു ആണ് ഗേ ആയിരുന്നു, അതുകൊണ്ട് അവരുടെ മാരീഡ് ലൈഫ് ഇങ്ങനെയായിരുന്നു. ആണിൻ്റെ ഫാമിലി പറയുന്നു പെണ്ണിൻ്റെ അമ്മ വളരെയധികം പൊസസീവ്നെസ് ആയിരുന്നു, അതുകൊണ്ട് അവരുടെ മാരീഡ് ലൈഫ് ഇങ്ങനെയായിരുന്നു. എനിവേ മരണം സംഭവിച്ചു. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം ഈ പെണ്ണിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ നിങ്ങളുടെ സെക്ഷുവാലിറ്റി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ ഗേ ആണോ, നിങ്ങൾക്കാണെങ്കിൽ എന്താ പറയുന്നത് ഹോമോസെക്ഷൽ ആണോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി നിങ്ങൾ കല്യാണം കഴിച്ച് ഒരു ജന്മം നശിപ്പിക്കാതിരിക്കുക. നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാത്രമല്ല, നിങ്ങൾ നശിപ്പിക്കുന്നത് എവിടെയോ കഷ്ടപ്പെട്ട് വളരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടിയാണ്. ഇനി മറ്റു കാര്യം പറയുകയാണെങ്കിൽ സ്വാർത്ഥത വലിയൊരു പ്രശ്നമാണ്. എല്ലാ മാരീഡ് ലൈഫിലെയും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ സ്വാർത്ഥതയാണ്. അപ്പോൾ നിങ്ങളുടെ മകനെയോ മകളെയോ മറ്റൊരാൾ വിവാഹം കഴിക്കുമ്പോൾ അവർ തമ്മിൽ സ്നേഹിക്കേണ്ടവരാണ്. അപ്പോൾ അത് സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഒരു രീതിയിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ മകളെ ഒരാൾ സ്നേഹിക്കുന്ന ഇഷ്ടമല്ല, മകനെ ഒരാൾ സ്നേഹിക്കുന്ന ഇഷ്ടമല്ല, ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വാർത്ഥത നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വിവാഹം നടത്താതിരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ വിവാഹം നടത്തി കഴിഞ്ഞാൽ തന്നെ തീരുന്നതും മറ്റൊരാളുടെ ജീവിതമാണ്. ചില പെണ്ണുങ്ങളൊക്കെ അവരുടെ ജീവിതകാലം മുഴുവൻ സങ്കടം അനുഭവിക്കാൻ കാരണം ഈ സ്വാർത്ഥത തന്നെയാണ്. ചില ആണുങ്ങളും അവർ ഒറ്റപ്പെടാനും അവരവരുടെ ബന്ധങ്ങളൊക്കെ അകലാനും ഈ സ്വാർത്ഥത തന്നെയാണ് കാരണം. അപ്പം നമ്മളത് നോക്കിയിട്ട് വിവാഹം കഴിക്കുക. എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ ചുമ്മാ നശിപ്പിക്കുന്നത്? താങ്ക്സ് ഫോർ വാച്ചിങ്.